ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ വേണ്ടി പോകുന്നത് വെറും ഒരു കഥയല്ല മക്കളെ, പകരം എൻ്റെ ജീവിത അനുഭവങ്ങളാണ് കേട്ടോ ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഒരു വണ്ടിനോടുള്ള ഇഷ്ടം കാരണം ആ വണ്ടിമത്തെ മാല വരെ ഇതൊരു ഊരിട്ടില്ല ആരെങ്കിൽ അതാണ് അവന്റെ അവളിപ്പോ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഞാൻ ചോദിച്ചത് നിനക്ക് ക്യാൻസർ ഇഷ്ടമാണെന്ന് ഞാൻ അറിയാൻ വേണ്ടി ചോദിച്ചാന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു അല്ല, എനിക്ക് വേറെ ഒരാളെ നല്ല ഇഷ്ടായിരുന്നു. ആയിരുന്നു ബട്ട് എൻജോയ്സ് മീനൊന്ന് റെക്കമെൻഡ് ചെയ്യും. എന്തോ ഇത് ഞാൻ ആകെ വായിന്ന് പോയി. അല്ല, എനിക്കൊരാളെ നല്ല ഇഷ്ടമായിരുന്നു. അയാൾക്ക് നമ്മളെ ഇഷ്ടമല്ലായിരുന്നു. അതിനാണ് സ്നേഹമെന്ന് പറയാ. എനിക്ക് ലവ് സെറ്റായ എടാ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഞാനെല്ലാം പറഞ്ഞതല്ലേ നിന്നോട്. കാര്യം ജസ്റ്റ് ഒരു ലവ് എന്നുള്ള പേര്. ഓ, ഇപ്പോഴും നിന്നെ മനസ്സിൽ വെച്ചോണ്ട് നടക്കുവാണോ അവള്? ടൈപ്പിംഗ് ആണ്. എന്തിനാ പോയി ചോദിക്കുന്നവരോന്ന്? ഞാൻ ഇങ്ങോട്ട് എഴുതൊന്ന് പറഞ്ഞതാ. നിങ്ങൾ ഒലിപ്പിക്ക് എന്താ വെച്ചാ നിങ്ങൾ ചെക്കനോടെ തീരുമാനാക്കണം. ജീവിത പ്രശ്നമാണ്. ഞാനല്ല ഒലിപ്പിക്കുന്ന, അവള് അമ്മു. എന്നെ കോള് വിളിക്കണമെങ്കിൽ ഞാൻ അങ്ങോട്ട് പറയണം. മെസ്സേജ് ഇട്ടാൽ അവന് തോന്നിയാൽ നോക്കും, റിപ്ലൈ അയക്കും. എപ്പോഴും നോക്കും. ഞാൻ എന്റെ ടൈം മാറ്റി വെച്ച് അവനോട് മിണ്ടാൻ ശ്രമിക്കും. അവൻ എന്നോട് ഒരു ഫീലിങ്സും കാണിക്കുന്നില്ല. ടൈപ്പ് ചെയ്താണ്ടാ പറയണ്ട്. ഒറ്റ വോയിസിൽ പറഞ്ഞാ പോരെ അല്ലേ? ഇനി ടൈപ്പിംഗ് കഴിഞ്ഞിട്ടില്ല. അവനൊരു മൊറപ്പെണ്ണുണ്ട്, അവന്റെ ഫാമിലി, അവന്റെ സ്നേഹം. അയ്യോ അങ്ങനെ പോയി ഒളിപ്പിക്കുക. അതിന് കെൻസനും പറ്റിയ ഒരാളുള്ളൂ. എന്നോട് ജീവിതം ഒന്നേ ഉള്ളൂ, സ്നേഹിക്കാനുള്ളതല്ലേ, എന്തെങ്ങനെ ഡിപ്രഷൻ ആവല്ലേ. ഞാനില്ലടി പറ്റിയോ? അതിന്റെ ഇടയ്ക്കാണോ ഈ കെൻസോ ഇഷ്ടമാണോ, അതിന്റെ ഇടയ്ക്കാണോ കെൻസോനെ ഇഷ്ടാണോന്ന്. നല്ല കഥ. എന്റെ ലൈഫ് ഓർത്ത് എനിക്ക് ടെൻഷനാണ്. ഫ്യൂച്ചർ ഇങ്ങനെ പറഞ്ഞോക്കെ ഒരു സെന്റൻസ് ഇട്ട് അങ്ങോട്ട് കാച്ചി. അതായത് ചെലപ്പോ കെൻസോ വന്ന എന്റെ ലൈഫ് ഒന്ന് റെഡി ആയാലോ, ബെറ്റർ ആയാലോ ചോദിച്ചത്. അവൻ നല്ലതാണ്, നല്ലൊരു മൂഡിലാണ് ഞങ്ങളോട് പറഞ്ഞത്. മെസ്സേജിനങ്ങ് വെയിറ്റിംഗ് ആണ്. ഇങ്ങനെ പറഞ്ഞോക്ക്, ഇത് നോക്കി നോക്ക്. കെൻസോ വഴി എനിക്ക് ഓക്കെ ആവാൻ പറ്റുകയാണെങ്കിൽ കെൻസോ ബാക്കിയൊക്കെ എന്റെ കഴിവാട്ടാ, ബാക്കിയൊക്കെ എന്റെ കഴിവ്. അതല്ല, ഇനിയിപ്പൊ കെൻസോക്ക് സെറ്റ് ആയാലും അവന്റെ ഏട്ടന്മാരെന്ത് ചെയ്യും? എനിക്ക് വേണ്ടെന്ന് വേണ്ടി 2 കൈ കൂപ്പൺ ഇമോജി ഇട്ടുണ്ട്. അവളുടെ ഡിപ്രഷൻ കാരണമാണ്. നമുക്ക് ഈ ഗ്രൂപ്പിൽ ഞാൻ നിൽക്കൂല, പോട്ടെ. ഒരാളെ വട്ടത്തിലിട്ട് ഊക്കാന്ന് പറഞ്ഞാൽ ഇതാണ് മക്കളെ. കാരണം ഞാൻ ഇവരോടൊന്നും പറഞ്ഞിട്ട് പോലും ഇല്ല. ഈ അമ്മു ചേച്ചി എന്ന് പറഞ്ഞ ആ ഒരു പെണ്ണ് ജസ്റ്റ് ഒരു ഫ്രണ്ടാണ്. അപ്പോൾ അത് മാത്രമല്ല, ഈ ഡോക്ടറിൻ്റെയും ഫ്രണ്ടാണ്, AFൻ്റെയും ഫ്രണ്ടാണ്. അപ്പോൾ എല്ലാവരുടെയും ഒരു ഫ്രണ്ടാണ്. ബട്ട് ഇവർക്ക് കളിയാക്കാൻ എന്തെങ്കിലും ഒരു റീസൺ വേണ്ടെന്ന് കരുതിയിട്ട് ഈ AF ആദ്യം തുടങ്ങി കെൻസോക്ക് ഒരു പെണ്ണ് സെറ്റാക്കി കൊടുക്കണമെന്ന്. കാരണം ഞാൻ പോലും പറഞ്ഞിട്ടില്ല എനിക്ക് പെണ്ണ് സെറ്റാക്കി താടാന്ന്. പക്ഷേ അവനായിട്ടൊരു ക്യാരക്ടർ അല്ലെങ്കിൽ ഒരു ചാപ്റ്റർ എടുത്ത് ഇട്ടു. അതിൽ തൂങ്ങിക്കൊണ്ട് ഡോക്ടറും തുടങ്ങി, അതിന് പിന്നാലെ മീനൂട്ടിയും തുടങ്ങി. പിന്നെ ഇവരെന്താ വെച്ചാൽ ആയിക്കോട്ടെ. കാരണം ഇവരെ പറഞ്ഞ് തിരുത്താൻ നോക്കിയാൽ ഇവർ വീണ്ടും മോട്ടിവേറ്റ് ആയിട്ട് വീണ്ടും ഇതന്നെ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്ത്, ഇവരെന്താ വെച്ചാൽ ഇവർക്ക് പറയാനുള്ള മുഴുവനും പറഞ്ഞു തീർക്കട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ കുറച്ച് നേരമല്ല കുറേ അധികം നേരം മൈക്ക് ഓഫ് ആക്കിയിട്ട് ഇവരെന്തൊക്കെയാണ് എന്നെക്കുറിച്ച് പറഞ്ഞ കഥകൾ ഉണ്ടാക്കണമെന്ന് കേൾക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് റെക്കോർഡാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ മൈക്ക് ഓഫ് ആക്കിയത്. അപ്പോൾ എന്നെക്കുറിച്ച് നല്ല പുകയത്തലും താഴ്ത്തലും എല്ലാം നിങ്ങൾ ഈ വീഡിയോയിലൂടെ കേട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതാണ് എൻ്റെ സുഹൃത്തുക്കൾ. വെറും സുഹൃത്തുക്കളല്ല, നല്ല തച്ച് കിട്ടിയ നല്ല അടിപൊളി
ചങ്കുകളെന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും ഇതുപോലെയുള്ള ഫ്രണ്ട്സിനെ നിങ്ങൾക്കും ഉണ്ടെങ്കിൽ അവനെ ഈ വീഡിയോക്ക് താഴെ എന്തായാലും മെൻഷൻ ചെയ്തിട്ട് പോണേ. അപ്പോൾ ഓക്കെ, ബൈ.